ആയിരിക്കണം ഇത് ചെയ്യാൻ. എന്താ പറയുക, ഒരു വിൽ പവർ ഉള്ള ഒരാളായിരിക്കണം. അങ്ങനെ കേട തൻ്റെ കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട്, വേട്ടയാടുന്ന കൂടുതൽ പഠനത്തിന് വേണ്ടിയിട്ട് ടോയ്ക്കൊപ്പം ഒരു ടീമായിട്ട് ഇവർ കുറച്ച് ബൈസൻസിനെ, കാട്ടുപോത്തുകളെ വേട്ടയാടാൻ വേണ്ടി പോവുകയാണ്. ഈ കാട്ടുപോത്തുകളെ വേട്ടയാടുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരു കാട്ടുപോത്ത് കുത്തിയിട്ട് കേട ഒരു കൊക്കയിലേക്ക് വീഴുകയാണ്. അപ്പോൾ കൊക്കയിലേക്ക് താഴേക്ക് വീഴുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ചെറിയൊരു കല്ലിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കേട വീഴുന്നത് ഈ കല്ലിൻ്റെ മേലേക്കാണ്. ടോ പല സമയത്തും തൻ്റെ മകനെ വിളിച്ചു നോക്കി, ബോധമുണ്ടോ അല്ലെങ്കിൽ ബോധം തെളിയോ എന്നുള്ളത് വിളിച്ചു നോക്കി. പക്ഷേ ആൾ എഴുന്നേൽക്കുന്ന ലക്ഷണമില്ല. ഇവർക്കാണെങ്കിൽ താഴേക്ക് ഇറങ്ങി ചെന്ന് അവനെ രക്ഷിക്കാനും പറ്റുന്നില്ല, അത്രയും കുറച്ച് താഴേക്കാണ്. അതിൻ്റെ ഗോത്രത്തിലെ മറ്റ് ആളുകളൊക്കെ ഈ കേടയുടെ അച്ഛനായിട്ടുള്ള ടോയിനോട് പറയാണ്, നമുക്ക് അവനെ ഇവിടെ വിട്ടിട്ട് പോവാം, കാരണം മരിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം, പോവാം, നമുക്ക് ഇവിടുന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ പോവാം.